ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി ആരതിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരതിയാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി പറയണം. എൻ്റെ ആങ്ങളെ എനിക്ക് വിഷു കൈനീട്ടം അങ്ങനെയുള്ളതൊക്കെ തരുമെന്നൊക്കെ പറയാണ്. അതിനൊക്കെയാണ് വിവേക് ചോദിക്കുന്നത്, അല്ല നിങ്ങളെന്താ പർച്ചേസിങ്ങുമായി വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് കേട്ടോ നന്ദിനി പറയുന്നത്, ആരതി നീ ഒരു തട്ട് എടുത്ത് കൊണ്ടുവന്നേന്ന് കേട്ടോ. ആ സമയം എന്തിനാ, അതൊക്കെയുണ്ട് പറയാമെന്ന് പറയണേ. അങ്ങനെ ആരതി തട്ട് എടുത്തുമായി വരിക കേട്ടോ. പിന്നീട് ഇവർ മേടിച്ച ഓരോ സാധനങ്ങളിൽ ആ തട്ടിൽ ഇങ്ങനെ പരത്തി വെക്കുകയാണ്. ഇതേ സമയം ആരതിയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു തുടങ്ങി കേട്ടോ. എന്താണ് ഇതിൻ്റെ മുന്നോടി എന്ന് മനസ്സിലായി. ഇതേ സമയം സൂര്യയോട് പണം ചോദിച്ച് ആ പണവും അതിൽ വെച്ച് ആരതിക്കും വിവേകിനും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആരതി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവരെ എൻ്റെ ഏട്ടനും ഇവരൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ അരികിലോട്ട് അവർ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സങ്കടങ്ങളൊക്കെ സൂര്യ തട്ടി മാറ്റുകയാണ്. അതേസമയം നന്ദിനി, ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ടാണോ? അത് കേട്ടോടെ തന്നെ ഒന്നുമില്ല, അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. എന്നാൽ എൻ്റെ നന്ദിനി, നീ എൻ്റെ മനസ്സ് വായിച്ചല്ലോ. ഇപ്പം എനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ എൻ്റെ വീട്ടുകാർ എന്നെ ഇല്ലാതാക്കി. ആ ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഏട്ടനുണ്ട് എന്ന് അറിയുമ്പോൾ, എൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിയമ്മ, അതായത് നീ എൻ്റെ ഏട്ടത്തി അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കാണ്. അപ്പോൾ ഈ സമയം വിവേക് പറയണേ, നീ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാൽ മതിയോ, ഇവർക്കൊരു കോഫി എന്തെങ്കിലും കുടിക്കാൻ എടുക്കുക എന്ന് പറയും കേട്ടോ. ആ സമയം സൂര്യ പറയും കോഫി മതി എന്ന് പറയണം. അപ്പോൾ വിവേക് പറയാം എനിക്കും ആയിക്കോട്ടെ, നിങ്ങൾക്കില്ല എന്ന് പറയണേ. അങ്ങനെ ഇവർക്ക് കോഫി കൊടുക്കണേ. ഇവരത് പരസ്പരം പങ്കിട്ട് സ്നേഹത്തോടു കൂടി കുടിക്കണം കേട്ടോ. ഇത് കാണുന്ന സൂര്യയുടെ മനസ്സ് നിറയണേ. തൻ്റെ പെങ്ങളുകുട്ടി എന്ന് വിളിക്കുന്ന അവൾക്ക് ഇത്രയും വലിയൊരു സർപ്രൈസ് നൽകാൻ കഴിഞ്ഞതിൽ അതിൽ പറയാൻ വാക്കുകളില്ല. അവളുടെയും എൻ്റെ പ്രിയ സുഹൃത്തായ വിവേകിൻ്റെയും കണ്ണുകൾ നിറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടുള്ള ആ കണ്ണു നിറച്ചിൽ കാണുമ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും വലിയൊരു സന്തോഷം തനിക്കായി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് പോവാണ്. ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇന്ദ്രജ, വേദ, അതുപോലെ പത്മയോട് വന്നിട്ട് പറയുകയാണ്, വേദ അമ്മ നന്നായി വിശക്കുന്നുണ്ട് അമ്മേ, ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഓർഡർ ചെയ്യട്ടെ? എടി അസുഖം മാറിയതുള്ളൂ, ഇതിനിടയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്താലോ? പിന്നെ എന്താ ചെയ്യാം അമ്മേ? ആ രാജു ഇല്ല, മണിയുമില്ല, ആരുമില്ല ഈ വീട്ടിൽ. അപ്പോൾ വിശന്നിട്ട് വയ്യ. ഭക്ഷണം ഉണ്ടാക്കി തരുന്നവളാണെങ്കിലോ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്, എങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അത് കേൾക്കുന്ന പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്മ പറയണേ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കണു. മഹാറാണി എത്തി എന്ന് ഇന്ദ്രജ് പറയണേ. അപ്പോൾ ഇന്ദ്രജ് പറയണേ, ഇതിനൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും, കൊടുക്കാതിരിക്കില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇതിനൊക്കെ ചേർത്ത് കിട്ടും, സമയമാവട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇവർ കയറി വരികയാണ്. കയറി വരുമ്പോൾ ഇവർ വാങ്ങിച്ച സാധനങ്ങളുണ്ടല്ലോ, അതായത് കുറച്ചും കൂടി ഫ്രൂട്ട്സ്, കുറച്ചും കൂടി ഡ്രസ്സ്, അതൊക്കെ എടുത്ത് ഇങ്ങനെ അകത്തോട്ട് വരികയാണ് കേട്ടോ. അകത്തോട്ട് വരുന്ന സമയം ഇത് കണ്ട ഉടനെ തന്നെ യതീന്ദ്രൻ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ എവിടെയായിരുന്നു? ഒന്നുമില്ല ഡാഡി, അമ്പലത്തിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ അങ്ങ് കറങ്ങി, ഒരു രസമല്ലേ, അത് സന്തോഷം ഇവൾക്കും ആവണ്ടേ? അത് കേട്ടോടെ തന്നെ അതൊക്കെ നല്ല കാര്യം മക്കളെ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നല്ല കാര്യം വെച്ചിട്ടുണ്ട് എന്തെങ്ങനെ പത്മ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജ കൈകളിലോട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ പത്മയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദിനിയുടെ കയ്യിൽ ഒരു പർച്ചേസിങ് കഴിഞ്ഞ ആ ഒരു ഇതിൽ. അപ്പോൾ ഈ സമയം സൂര്യ പറയണേ, ഇനി എന്ത് കാണാനാണ് നീ ഇവിടെ നിൽക്കുന്നത്, വന്നേ എന്ന് പറഞ്ഞിട്ട് സൂര്യ നന്ദിനിയെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇന്ദ്രജിയാണെങ്കിൽ കണ്ടില്ല മമ്മി, അവളുടെ കയ്യിൽ നമ്മളെ ഇവിടെ പട്ടിണിക്കിട്ട് അവൾ പർച്ചേസിങ്ങിന് പോയിരിക്കുകയാണ്. അവൾ ഫ്രൂട്ട്സും എന്തൊക്കെയോ സാധനങ്ങളും വാങ്ങിയിട്ടാണ് അവൾ കയറിപ്പോയത്. അവൾ കയറട്ടെ, അവൾ ഏതുവരെ കയറുന്നു നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സൂര്യ ചോദിക്കുകയാണ് റൂമിലെത്തിയ ഉടനെ, അല്ലടോ താൻ ഈ ഫ്രൂട്ട്സൊക്കെ ഈ റൂമിലോട്ട് കൊണ്ടുവന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനാണോ? എന്നാൽ ഞാൻ അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുക്കട്ടെ, കൈക്കൊരു അടിയ തരൂട്ടോ ഞാൻ, അതിലൊരു ഓറഞ്ച് തൊടല്ലേ, ഇതൊക്കെ ഞാൻ എണ്ണി വെച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എണ്ണി വെക്കുന്നുണ്ട്. ഇതെന്തിനാണ് താൻ എണ്ണി വെക്കുന്നത്, ഞാൻ എടുക്കേണ്ടെന്ന് കരുതിയാണോ? അത് സൂര്യ സാർ അത് എടുക്കരുത്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തളികയൊക്കെ എടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. ചെറിയ തളികയാണ്, അപ്പം 2 തളിക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തളികയിലോട്ട് സാരിയും അതുപോലെ പാൻറ്റും ഷർട്ടും എടുത്ത് വെക്കുകയാണ് കേട്ടോ. വേറൊരു തളികയിലോട്ട് ഈ ഫ്രൂട്ട്സും മറ്റുള്ളതും. എന്നിട്ട് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, ഇത് ആർക്കാ എന്ന് ചോദിക്കുകയാണ് കേട്ടോ.
അപ്പം ഈ സമയം നീ ഇതിപ്പോൾ എന്താ ആരതിയുടെ വീട്ടിൽ ചെയ്ത പോലെ ഇവിടെ ചെയ്യുന്നത്, ഇത് ആർക്ക് കൊടുക്കാനാണ്? അത് കേട്ട ഉടൻ തന്നെ എന്താ സൂര്യ സാറിൻ്റെ ഒരു പെങ്ങളില്ലേ ഇന്ദ്രജ മേഡം? ആ ഉണ്ട്. ഇന്ദ്രജ മേഡം സൂര്യ സാറിൻ്റെ ആരാണ്? നീ ഇപ്പം നിൻ്റെ വാ കൊണ്ട് പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ ഞാൻ പറയണോ? അല്ല എന്നാലും പറ, സൂര്യ സാറിൻ്റെ ആരാണ് ഇന്ദ്രജ മേഡം? ഓ അതെന്താ ആയിക്കോട്ടെ, എന്തപ്പോൾ തനിക്ക് വേണ്ടത്? അതെ, ആരതിക്ക് ചെയ്ത പോലെ ഇന്ദ്രജ മേഡത്തിനും ഇപ്പോൾ ഈ കൈനീട്ടം കൊടുക്കേണ്ടേ? അത് കേട്ടോടെ തന്നെ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ അതിന് അർഹതയില്ല, അവർ അത് അർഹിക്കുന്നില്ല, പിന്നെ എന്തിനാണ് വെറുതെ? അത് തോന്നലാണ് സാർ. ഇത് സാറിൻ്റെ പെങ്ങൾക്ക് കൊണ്ടു കൊടുത്തോക്ക്, സാറ് ചെയ്യേണ്ട കടമകൾ സാറ് ചെയ്തു നോക്ക്, തീർച്ചയായും സാറിൻ്റെ പെങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും, നോക്കിക്കോ. അത് കേട്ടോടെ തന്നെ എടോ താൻ എന്താടോ ഇങ്ങനെയായത്? ഇത്ര പാവമാവരുത്. എത്ര ആട്ടിയാലും എത്ര തൊഴിച്ചാലും നാണവും മാനവും എന്ന സംഭവം തൻ്റെ മുന്നിൽ ഇല്ലേ? അത് കേട്ട ഉടനെ തന്നെ സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രക്തബന്ധത്തിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് സാറേ, ഇതൊക്കെ ചെയ്യേണ്ട കടമകളാണ്. അവരെന്ത് പറയുന്നോ എന്ത് ചെയ്യുന്നോ എന്നുള്ളതല്ല, സാർ ഇത് ചെയ്യണം. ഓ ആയിക്കോട്ടെ, തൻ്റെ നിർബന്ധത്തിനനുസരിച്ച് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തളിക സൂര്യ എടുക്കുന്നു, ഒരു തളിക നന്ദിനി എടുക്കുന്നത്. അതിനിടയ്ക്ക് ഒരു 5001 രൂപ പണമായി ആ തളികയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഈ വേദ പറയണേ, ഇനി എന്ത് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്? ഭക്ഷണവും കിട്ടില്ല, ഒന്നും കിട്ടില്ല. കെട്ടിലമ്മ മേലോട്ട് കയറിപ്പോയി. ഇപ്പോൾ ഇവിടുത്തെ കെട്ടിലമ്മയാണ് ഒരു തോട്ടക്കാരിയായി വന്നവൾ ഇന്നിപ്പോൾ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ മനുഷ്യന് സഹിക്കുന്നില്ല. എന്തൊരു കാട്ടിക്കൂട്ടലാണ് അവൾ ഓരോ ദിവസവും ഓരോന്ന് കാട്ടുന്നത്, ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇവരുടെ മുന്നിലോട്ട് സൂര്യയും അതുപോലെ തന്നെ നന്ദിനി ഇറങ്ങി വരും. അപ്പോൾ ഇവരുടെ കയ്യിൽ തളികയൊക്കെ വെച്ച് ഇറങ്ങി വരുമ്പോൾ ഇന്ദ്രജയോട് ചോദിക്കുക, വേദ ഇതെന്താ ഇവർ ഈ വരുന്നത്? അങ്ങനെ ഈ സമയം ഹലോ എൻ്റെ അളിയ, എന്താ 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 എന്നെ വിളിച്ചത് എന്ന് വിജയ് ചോദിക്കുകയാണ് കേട്ടോ. അളിയൻ്റെ കല്യാണം കഴിച്ച് എത്ര വർഷം? അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് വർഷമായി. അപ്പോൾ അത് കേട്ടോടെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, അളിയന് ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക? അത് കേട്ട ഉടനെ അതെ, അളിയന് ഞാനൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇങ്ങനെയൊന്നും എൻ്റെ പെങ്ങളായി ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചേച്ചിയുടെ ആങ്ങളെയായി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്ന കടമകളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സൂര്യയും നന്ദിനിയും കൂടിയിട്ട് ആ തട്ട് ഇന്ദ്രജയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇത് വാങ്ങണ്ടെന്ന്. അപ്പോൾ വേദക്കാണെങ്കിലോ ഈ ഡ്രസ്സും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വേദക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുത് എന്നുള്ള ഒരു ദേഷ്യമുണ്ട്. പക്ഷേ ഇന്ദ്രജക്കാണെങ്കിലോ തൻ്റെ ആങ്ങളയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ ഇന്ദ്രജക്ക് പറയാൻ വാക്കുകളില്ല. ഇന്ദ്രജ അത് വാങ്ങുന്ന സമയത്ത് യതീന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണം, മക്കളെ പുതിയ ഒരു ചടങ്ങുകളൊക്കെ ആണല്ലോ. അതേസമയം സൂര്യ പറയണ്, അച്ഛാ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ പെങ്ങന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് നന്ദിനി പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ആ അറിവുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാനിത് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആ മക്കളെ എന്തായാലും നന്നായി, ഇപ്പോഴെങ്കിലും എൻ്റെ മോന് ഇതൊക്കെ തോന്നിയല്ലോ, ഇനി വർഷാവർഷം എൻ്റെ അളിയനെ ഞാൻ അതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ തട്ട് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ പത്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഈ ഒരൊറ്റ താട്ടങ്ങ് തട്ടാണ്. എന്നിട്ട് ഇന്ദ്രജയോട് പറയണേ, എടി ഇനി ഇത്ര ബുദ്ധിയും വിവരവും ഇല്ലാത്തവളായി പോയോടി, ഈ ഒരു തോട്ടക്കാരൻ്റെ മകളുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങാൻ അതിന് നിൻ്റെ വിലയും നിൻ്റെ അന്തസ്സും എന്താണെന്ന് നീ ആലോചിച്ചോ? ഇവളുടെയൊക്കെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ച നീ എത്രത്തോളം ചെറുതായിടി, അത് നീ ചിന്തിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയെ വഴക്ക് പറയുമ്പോൾ ഇന്ദ്രജ ആകെ പേടിക്കണം കേട്ടോ. ഇതേ സമയം സൂര്യക്കങ്ങ് അരിശ്യം കയറുകയാണ്. എന്നാൽ ഈ സമയം നീ ഇത്ര ബുദ്ധിയില്ലാത്തവളാണ്, ഒരു തോട്ടത്തിൽ പണിയെടുക്കുന്ന ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ മകളുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു സംഭവം നീ വാങ്ങുന്നത്. അത് കേട്ട ഉടൻ തന്നെ സൂര്യയുടെ ദേഷ്യം പറയാനില്ല. എന്നാൽ നന്ദിനി ആകെ ഒരുമാതിരിയായി കേട്ടോ. ഇതേ സമയം ഇതും പറഞ്ഞിട്ട് പത്മ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് നന്ദിനി ആകെ ചൂളി പിടിച്ച് തല താഴ്ത്തി നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ അവിടെ നിന്നും അളിയനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അളിയ
ഇന്ദ്രജ നമ്മളിവിടെ നിൽക്കണോ, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ആൻറ്റി എന്ത് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ വേദ പറയണേ, ഞാൻ അപ്പോഴും ചേച്ചിയോട് പറഞ്ഞതാണ് ഇവളെപ്പോലെയുള്ളവളുടെ കയ്യിൽ നിന്നും ഇതൊന്നും വാങ്ങാൻ നിൽക്കണ്ടെന്ന്. ഇനി മമ്മിയോട് എന്ത് ഉത്തരാണെങ്കിൽ ചേച്ചി പറഞ്ഞോളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വേദ അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജ, വാ മനുഷ്യ നമുക്ക് മമ്മിയുടെ അടുത്തോട്ട് പോയി, എനിക്കൊരു തെറ്റ് പറ്റി എന്നും പറഞ്ഞിട്ട് ഇന്ദ്രജ പത്മയുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഡാഡി, ഇതാണ് ഇവരെ പോലെയുള്ളവരൊന്നും ഒരിക്കലും ശരിയാവില്ല. ഇവള് നല്ലത് വിചാരിച്ച് നന്ദിനി ഇത് ചെയ്യുമ്പോൾ ഞാൻ അവളോട് 1000 തവണ പറഞ്ഞതാണ് ഇതൊന്നും ചെയ്യേണ്ടെന്ന്. എന്നെ പോലും നാണം കെടുത്താൻ വേണ്ടി അവർക്ക് മുന്നിൽ മുട്ടിക്കുത്തിക്കുന്ന ഈ പണി ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം അവരുടെ പ്രതികരണം കണ്ടില്ലേ. അത് കേട്ട ഉടനെ യതീന്ദ്രൻ പറയണം, മോനെ നീ ചെയ്തതൊരു നല്ല കാര്യം, നിന്റെ പെങ്ങളോടുള്ള സ്നേഹമാണ് നീ ഇപ്പം ചെയ്തത്. അത് നിന്നെ കൊണ്ട് നന്ദിനി ചെയ്യിപ്പിച്ചു. അത് തിരിച്ചറിയാനുള്ള കഴിവ് പത്മക്കുണ്ടായില്ല, ഈ പറയുന്ന ഇന്ദ്രജ വേദക്കുണ്ടായില്ല. അത് കേട്ട ഉടനെ നന്ദിനി പറയാണ്, ഉണ്ടായില്ല എന്ന് പറയല്ലേ, ഇന്ദ്രജ മാമിന് ഉണ്ടായി. ഇന്ദ്രജ മാം അതുകൊണ്ടാണല്ലോ ആ ഗിഫ്റ്റുകൾ കൈകൊണ്ട് വാങ്ങാനൊരുങ്ങിയത്. പിന്നെ ആൻറ്റി പത്മാമ്മയുടെ വന്നപ്പോഴാണല്ലോ ആ ഗിഫ്റ്റുകൾ വേണ്ടെന്ന് വെച്ചതെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന യതീന്ദ്രൻ ശരിയെന്ന് പറയണേ. അപ്പോഴേക്കും സൂര്യ പറയണം, ഇനി എന്ത് കാണാനാണ് നിൽക്കുന്നത്, ഇതൊക്കെ പെറുക്കി എടുത്ത് കൊണ്ടുപോവാം, ഞാനിത് പെറുക്കട്ടെ എന്നും പറഞ്ഞിട്ട് സൂര്യ അതൊക്കെ പെറുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഞാനും കൂടി പെറുക്കാൻ കൂടാ എന്ന് പറയുന്നുണ്ട്. വാ ഇങ്ങോട്ടേക്ക് വാ. അപ്പം നന്ദിനിയാണെങ്കിൽ ചൂളി പിടിച്ച് പേടിച്ചിട്ടാണ് റൂമിലോട്ട് പോകുന്നത് കേട്ടോ. കാരണം സൂര്യയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും. എന്നിട്ട് നന്ദിനിയോട് പറയണം അതവിടെ ആ കട്ടിലിൽ വെച്ചേക്കെ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം സൂര്യ ആ കട്ടിലിൽ പോയി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. ഈ സമയം നന്ദിനിയാണെങ്കിലും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. സൂര്യയിൽ നിന്നും തനിക്ക് വഴക്ക് കേൾക്കുമല്ലോ എന്ന പേടിയോട് കൂടിയിട്ട്, എടോ ഞാൻ തന്നെ വഴക്ക് പറയാനോ ഒന്നിനുമല്ല വന്നത്, താൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്, പക്ഷെ അത് അർഹിക്കുന്നവർക്ക് ചെയ്യണം. ഒരിക്കലും തന്നെ അംഗീകരിക്കാത്ത ഈ വീട്ടിൽ താൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ അവരെ അംഗീകരിക്കുന്ന ഒരു തോന്നൽ തന്നിലുണ്ടോ? ഒരിക്കലും അവരെ അംഗീകരിക്കില്ല. അത് കേട്ട നന്ദിനി പറയണ, സാറേ എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയത്, ഞാനൊരു വേലക്കാരിയാണെന്നുള്ള ആ ഒരു ഓർമ്മ മറന്നു, ഞാനൊരു തോട്ടക്കാരൻ്റെ മകളാണെന്നുള്ളത് മറന്നു. നിങ്ങളൊക്കെ വലിയ അന്തസ്സിലിരിക്കുന്നവരല്ലേ, അപ്പോൾ അവരുടെ മുന്നിലോട്ട് ഇങ്ങനെയുള്ള ഗിഫ്റ്റുമായി ഞാൻ ചെല്ലരുതായിരുന്നു, അത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. നന്ദിനി, നീ ഇവിടുത്തെ ആരാണെന്ന് എല്ലാവർക്കും അറിയാം, അവരങ്ങനെയൊക്കെ പറയുമ്പോൾ നീ അങ്ങനെയല്ല, ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും ചെയ്യാനും ചെയ്തു കൊടുക്കാനും പോവാതിരിക്കുകയാണ് നല്ലത് നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ നന്ദിനിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ.